സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നത് പാമ്പിന് വെളിച്ചം കാണാനാണോ? അത് തെറ്റല്ലേ? നാഗങ്ങൾ, പാമ്പുകൾ മഞ്ഞൾപ്പൊടിയും പാലുമൊന്നും കഴിക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് കാവുകളിൽ മഞ്ഞൾപ്പൊടിക്കും പാലിനുമെല്ലാം പ്രാധാന്യം? നൂറും പാലും കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ ആചാരം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്നാണ് പലരുടെയും സംശയം. പാമ്പിന് വെളിച്ചം കാണാനല്ല കാവിലെ വിളക്ക്, പാമ്പിന് കഴിക്കാനല്ല പാല്, പാമ്പിന് കഴിക്കാനല്ല മഞ്ഞപ്പൊടി, പാമ്പിന് കഴിക്കാനല്ല കവുങ്ങിൻ പൂക്കുല. കാവുകളിൽ മഞ്ഞപ്പൊടിയും പാലും അതുപോലെ തന്നെ കവുങ്ങിൻ പൂക്കുലയും ഉപയോഗിക്കും. അത് പാമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കാവുകളിൽ മറ്റ് ജീവജാലങ്ങളെ അവിടെ കുടിയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ തേൻ ചുരത്തുന്ന, ഏറ്റവും കൂടുതൽ പൂ വിരിയുന്ന പൂക്കുല ഏത്? ദിവസങ്ങളോളം പൂക്കൾ വിരിയുന്ന പൂക്കുല ഏത് എന്ന് ചോദിച്ചാൽ അത് കവുങ്ങിൻ പൂക്കുലയാണ്. സത്തുഗുണത്താൽ വിരിഞ്ഞ പൂക്കുല, അതാണ് കവുങ്ങിൻ്റെ പൂക്കുല. ആ കവുങ്ങിൻ്റെ പൂക്കുല ഇല്ലെങ്കിലോ കാവിലെ പൂജ പൂർണ്ണമാവുകയില്ല. പിന്നെയോ രജോ ഗുണത്താൽ തെളിഞ്ഞ പാല്. മറ്റു പല ജീവജാലങ്ങളെയും കാവിൽ കുടിയിരുത്താനായിട്ട് വീണ്ടും പുനർപ്രതിഷ്ഠിച്ച് അവിടെ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പാലഭിഷേകം നടത്തും. രജോ ഗുണം ഉണ്ടെങ്കിലാണ് പാലുണ്ടാവുകയുള്ളൂ. ആ രജോ ഗുണത്താൽ തെളിഞ്ഞ പാലും പിന്നെയോ തമോ ഗുണത്താൽ, മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണമാണ് തമോ ഗുണം. ആ തമോ ഗുണത്താൽ വിളഞ്ഞ മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ വർണ്ണമുള്ള, ആ സ്വർണ്ണവർണ്ണമുള്ള മഞ്ഞൾ. ഇത് മൂന്നുമാണ് ജീവജാലങ്ങളെ കുടിയിരുത്താനായിട്ട് കാവുകളിൽ ഉപയോഗിക്കുന്നത്. മണ്ണിനെ റീചാർജ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ത്രിഗുണത്തിലുള്ള ഇത് മൂന്നും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊന്നു കൂടിയുണ്ട്, അത് കാവിലെ വിളക്ക് വെപ്പാണ്. മുടങ്ങാതെയുള്ള വിളക്ക് വെപ്പ്. സന്ധ്യാസമയത്ത് ആ കാവിൽ ഒരു അന്തിത്തിരി തെളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ പ്രദേശത്തുള്ള കീടങ്ങൾ മുഴുവൻ ആ കാവുകളിലേക്ക് എത്തും. ആ കീടങ്ങളെ ആഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല്ലി തൊട്ട് പാറ്റ തൊട്ട് സകല ജീവജാലങ്ങളും അവിടേക്ക് എത്തും. അങ്ങനെ ഉരകവർഗത്തിൽപ്പെട്ട നാഗങ്ങൾക്കുള്ള ഭക്ഷണവും അവിടെ തന്നെ കിട്ടും. അതാണ് സർപ്പത്തിന് വിളക്ക് വയ്ക്കുന്ന, സർപ്പത്തിന് മഞ്ഞൾ അഭിഷേകം ചെയ്യുന്ന, സർപ്പത്തിന് പാല് കൊടുക്കുന്ന, സർപ്പത്തിന് പൂക്കുല കൊടുക്കുന്ന രീതി. ഇതൊന്നും അന്ധവിശ്വാസമല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ തികഞ്ഞ ശാസ്ത്രീയതയാണ്.